ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു റെസിപ്പിയാണ് ഉപ്മാവ്. ഒരു വെറൈറ്റി രീതിയിൽ ഉപ്മാവ് ഒന്ന് തയ്യാറാക്കിയാലോ? അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോയാലോ? ആദ്യം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവാള, ക്യാരറ്റ്, കുറച്ച് പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്കൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പാലും നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഉപ്മാവിനൊരു മയം ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ച റവ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് മിക്സാക്കി നല്ലപോലെ ഇളക്കിയെടുക്കണം. ആദ്യം കുറച്ച് കട്ട പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും വെള്ളം കൂടിപ്പോയോ പാല് കൂടിപ്പോയോ എന്ന്. ഒന്നുമില്ല കേട്ടോ. അതൊന്ന് മയത്തിൽ നമ്മളൊന്ന് മിക്സ് ആക്കി എടുക്കണം. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാത്ത മക്കൾക്ക് ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ. ബീൻസ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, അങ്ങനെ എന്തൊക്കെ വെജിറ്റബിൾസ് നമുക്ക് ഇടാം അതെല്ലാം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറെ 2-3 ഐറ്റംസ് കൂടെ ആഡ് ചെയ്യാം. തേങ്ങ ഇട്ട് കൊടുക്കുന്നവരുണ്ട്. നമുക്കത് വെള്ളം തിളയ്ക്കുമ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് അന്ന് തിളച്ചിട്ട് വേണം റവ ഇടാൻ. ഞാനിപ്പോൾ നെയ്യ് ഇങ്ങനെ ഒരു സ്പൂണങ്ങ് ഒഴിച്ചല്ലേ, അല്ലാതെയും ചെയ്യാം. നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് നെയ്യ് ഒന്ന് പാൻ എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. അതുപോലെ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി ടേസ്റ്റ് ആട്ടോ. എന്തായാലും എല്ലാവരും ഇങ്ങനെ 2 രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തേക്കണേ. എന്നാലേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.